വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ട റോസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. 5 മിനിറ്റ് കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ബാച്ചലർ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു എഗ് റോസ്റ്റാണിത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ ഈ എഗ് റോസ്റ്റ് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അത് കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചാലും മതി. ഇനി ഇതിലേക്ക് ഒരു 3 മീഡിയം സൈസിലുള്ള ഉള്ളി നേരിയതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് കറി ലീവ്സ് ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഉള്ളി ഒന്ന് ട്രാൻസ്പെറൻ്റ് ആകുന്ന സമയത്ത് ഒരു തക്കാളി അരിഞ്ഞതും ഒരു പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഉള്ളിയുടെ കളർ ജസ്റ്റ് ഒരു ഗോൾഡൻ കളറാകുന്ന സമയത്ത് നമുക്കിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇത് ഞങ്ങൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒരുമിച്ച് മിക്സ് ആക്കിയതാണ്. വേറെ വേറെ ചേർക്കുന്നതെങ്കിൽ 2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടാതെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വഴറ്റാൻ പാടില്ല. വഴറ്റാതെ തന്നെ കുക്കറിൻ്റെ മൂടി അടച്ചു വെക്കണം. ഒട്ടും വെള്ളമൊന്നും ചേർക്കുന്നില്ല ഇതിലേക്ക്. എന്നിട്ട് ഒറ്റൊരു വിസിൽ കുക്കർ വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് മൂടി തുറന്ന് നോക്കാം. എന്നിട്ട് ഒരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും. ഒരു വിസിൽ തന്നെ ഉള്ളി നല്ലോണം വെന്ത് വരും. ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. കണ്ടില്ലേ, ഉള്ളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതിനനുസരിച്ചിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. കോക്കനട്ട് മിൽക്ക് ചേർക്കുന്നതെങ്കിൽ കുറച്ച് കോക്കനട്ട് മിൽക്ക് ചേർത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ 2 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും കൂടെ ചേർത്താൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കറിക്ക്.
അപ്പോൾ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഉള്ളിയൊക്കെ കുറേ ടൈമിൽ വഴറ്റി നമുക്ക് ടൈം കളയേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ കുക്കറിൽ ഒറ്റൊരു വിസിൽ തന്നെ നമുക്ക് ഈ മുട്ട റോസ്റ്റ് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്തായാലും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.